ഞാനൊരു ഇഞ്ചക്ഷൻ തരാൻ പോണേ. സാധാരണ മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണ് ഞാൻ ഇഞ്ചക്ഷൻ തരാൻ പോണേ. എന്നോടൊക്കെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഓടിയാനെ. അപ്പോൾ ഇതുണ്ടല്ലോ, അറബിയിൽ ഈ ഒരു പേഷ്യൻറ്റിനോട് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനറാഹ് ബാത്തീഖ്, അനറാഹ് ബാത്തീഖ്, അല്ലെങ്കിൽ അനറാഹ് ബാത്തീഖ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവാണ്, അല്ലെങ്കിൽ ബാത്തീഖ് എന്ന് പറയാം. ബാത്തീഖ് ഇബ്ര. ഇബ്ര എന്ന് പറഞ്ഞാൽ ശരിക്കും നീഡിലാണ്, പക്ഷേ ഹോസ്പിറ്റലിൽ സാധാരണ എല്ലാവരും ഇബ്ര തന്നെ ഉപയോഗിക്കുക ഇഞ്ചക്ഷനെ ശരിക്കും ഹുഗ്ന എന്നാണ് പറയാനുള്ളത്. അനറാഹ് ബാത്തീഖ് ഹുഗ്ന, ഞാൻ നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ തരാൻ പോവാണ്. അല്ലെങ്കിൽ സൗദി ഡയലക്റ്റിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അദ്റബ് ഹുഗ്ന ലക്, അല്ലെങ്കിൽ അദ്റബ് ലക് ഹുഗ്ന, നിങ്ങൾക്ക് എന്താണ് ഒരു ഇഞ്ചക്ഷൻ തരാൻ പോകുന്നതാണ്. ഇനി അതേ സ്ഥാനത്ത് ഈ ഇഞ്ചക്ഷൻ മാറ്റിയിട്ട് നമുക്ക് പകരം ഹബ്ബ അല്ലെങ്കിൽ ഹുബൂബ് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാത്തീഖ് ഹബ്ബ, അല്ലെങ്കിൽ ബാത്തീഖ് ഹുബൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ടാബ്ലറ്റ് തരാവുന്നതാണ്. അതുപോലെ ബാത്തീഖ് ക്യാപ്സ്യൂൾ, ബാത്തീഖ് ഷറാബ് എന്ന് പറഞ്ഞാൽ സിറപ്പ് തരാം എന്നുള്ളതാണ്. ഇതിനെല്ലാം കൂടെ കൂടിയിട്ടാണ് അറബിയിൽ ദവാ എന്ന് പറയുന്നത്. ദവാ എഴുത്തിൽ ദവാ എന്നുണ്ടാവും, പറയുമ്പോൾ ദവാ അഥവാ മരുന്ന്, അതിൻ്റെ ബഹുവചനമാണ് അദുവിയ. ഇതേപോലെ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾക്ക് അറബിക് ലാംഗ്വേജ് ഹബിൻ്റെ കോഴ്സ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ഹിസ്റ്ററി ടേക്കിങ്, അപ്പോൾ അതിൽ തന്നെ ഫീവർ ഹിസ്റ്ററി, തൈറോയിഡ് ഹിസ്റ്ററി, അതുപോലെ ഡെൻറ്റിസ്റ്റ് ആണെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഗൂഗിൾ മീറ്റിലൂടെയും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ അതിൻ്റെ ആപ്പിലൂടെയും നിങ്ങൾക്ക് പഠിക്കാം. അതേപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി വളരെ ഈസി ആയിട്ട് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്പോക്കൺ അറബിയിലുള്ള കാര്യങ്ങൾ പഠിക്കാം. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക. Helping millions achieve their dream in the GCC.